യൂട്യൂബിലുള്ള എൻ്റെ സബ്സ്ക്രൈബർ ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ചേട്ടാ നിഞ്ച സ്വിഫ്റ്റിയുടെ മെയിൻ്റനൻസ് ഒന്ന് പറയാമെന്ന്. സോ ഈ വണ്ടി എൻ്റെ കയ്യിലായിട്ട് 3 വർഷമായി. അതുകൊണ്ട് ഞാൻ എൻ്റെ മെയിൻ്റനൻസ് ഇതുവരെ മാറിയ പാർട്സിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം. അധികം പാർട്സൊന്നും മാറിയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ലോങ്ങൊന്നും അധികം ഓടിക്കാറില്ല. ലോങ് പോകുന്നുണ്ടെങ്കിൽ അധികം ഓടിക്കാറില്ല. മാസത്തിൽ ഒരു 3-4 ട്രിപ്പ് എനിക്ക് നിഞ്ച സ്വിഫ്റ്റ് ആയിട്ടുള്ളൂ. എൻ്റെ മെയിൻ കാരണം വെച്ചാൽ ടയറിൻ്റെ തേയ്മാനം തന്നെയാണ്. നിങ്ങൾക്കറിയാലോ, ഫ്രണ്ട് ടയറിന് ഒരു ഓൾമോസ്റ്റ് 13,000 രൂപയും ബാക്ക് ടയറിന് ഒരു 20,000 രൂപയും വരും. സോ 2 ടയറും കൂടി റീപ്ലേസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ലെവൽ വിലയാവും. അതുകൊണ്ട് ഓട്ടം കുറച്ച് കുറവാണ്, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓടിക്കാറുള്ളൂ. സെക്കൻഡാണ് എഞ്ചിൻ ഓയിലാണ് മെയിനായിട്ട് നമ്മൾ മാറേണ്ട ഒരു ബൈക്കിന് ബ്ലഡ് എന്ന് പറയുന്ന എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിലെ കുറിച്ച് സംസാരിക്കുന്നത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കാസ്ട്രോണിൻ്റെ സൂപ്പർ ബൈക്ക് എന്ന് പറയുന്ന എഞ്ചിൻ ഓയിലാണ്. ആമസോണിൽ ഒരു 1000 രൂപയ്ക്കൊക്കെ ലിറ്ററിന് കിട്ടാറുണ്ട്. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ 2000 രൂപ ഓയിൽ, 2 ലിറ്റർ വേണം. 2000 രൂപ ഓയിൽ പ്ലസ് ഓയിൽ ഫിൽറ്റർ ഒരു 450 രൂപയ്ക്കേ വരത്തുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന ഹൈഫ്ലോ എന്ന് പറയുന്ന കമ്പനിയുടെ ഓയിൽ ഫിൽറ്ററാണ്. അപ്പം മൊത്തത്തിൽ 2450. പിന്നെ ഡിസ്ക് പാഡ്, ബ്രേക്ക് പാഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന EBCയുടെ ബ്രേക്ക് പാഡാണ്. ഞാനെല്ലാം മാറിയത്. എനിക്ക് അതിനകത്ത് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ പുത്തൻ ബ്രേക്ക് പാഡായിരുന്നു. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് മാത്രം, അതായത് മൊത്തത്തിൽ 4 ബ്രേക്ക് പാഡ് വേണം. ഫ്രണ്ട് 2 ഡിസ്ക് ആയതുകൊണ്ട് 4 ബ്രേക്ക് പാഡാണ്. അപ്പം അതിന് ഒരു 6000 രൂപയോളം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ കണ്ടാൽ സംഭവം വലിയ വ്യത്യാസമൊന്നും ഇല്ല, സാധാ ബൈക്കിൻ്റെ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ വില എന്ന് വെച്ചാൽ 11,000+ ആണ്. അത് റോളുണ്ട്. കാവസാക്കി ഒറിജിനലോട്ട് പോകണമെങ്കിൽ അതിലും വില കൂടും. ബ്രേക്ക് ലൈറ്റ് ഇപ്പോൾ പൊട്ടിയിരിക്കുകയാണ്. ബ്രേക്ക് ലൈറ്റിൻ്റെ വില എന്ന് വെച്ചാൽ 15,000 രൂപയാണ് ബ്രേക്ക് ലൈറ്റിന് വില വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും ഇമ്പോർട്ടഡ് ആണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ബ്രേക്ക് ലൈറ്റ് പൊട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നല്ല ക്വാളിറ്റി അല്ല, നല്ല ടോപ്പ് കമ്പനീസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ട് ലൈറ്റ്, ബാക്ക് ബ്രേക്ക് ലൈറ്റ് എല്ലാം സ്റ്റാൻലി മെയ്ഡ് ഇൻ ജപ്പാനാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും, സ്റ്റാൻലി മെയ്ഡ് ഇൻ ജപ്പാനാണ്. സോ ഈ വില എന്തായാലും വരും എന്നുള്ള കാര്യം നമുക്ക് സംശയമില്ലാതെ പറയാം. പിന്നെ ഇമ്പോർട്ടഡും കൂടെ ആയതുകൊണ്ട് അത്ര വില വരുമായിരിക്കും. പിന്നെ വണ്ടിയുടെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ മറന്നുപോയ ഒരു കാര്യമാണ് എയർ ഫിൽറ്റർ എന്ന് വെച്ചാൽ എയർ ഫിൽറ്ററിൻ്റെ വില എന്ന് വെച്ചാൽ കാവസാക്കിയുടെ ഒറിജിനൽ എയർ ഫിൽറ്ററിൻ്റെ വില വരുന്നത് 2500 രൂപയാണ്. പിന്നെ നമുക്കിപ്പം KNൻ്റെ ഒക്കെ ഫിൽറ്റർ കയറ്റാൻ പറ്റും. ഇതിൻ്റെ സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടും. അതിനൊരു 6000 രൂപയ്ക്കുണ്ട് KNൻ്റെ കിട്ടും. കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതാണ്. ഇതിനകത്തിരിക്കുന്നത് ഇപ്പോൾ സ്റ്റോക്ക് എയർ ഫിൽറ്ററാണ്. ഇതൊക്കെയാണ് കൺസ്യൂമറബിൾസ്. പിന്നെ ക്ലച്ച് കേബിൾ, ബ്രേക്ക് കേബിളൊക്കെ വലിയ വിലയൊന്നുമില്ല, 2000 രൂപയ്ക്ക് കൊടുത്താൽ കിട്ടും. മൊത്തത്തിൽ പറഞ്ഞ വണ്ടി പെർഫെക്റ്റ്ലി റിലയബിൾ ആണ്. പിന്നെ പണി വന്നാൽ കുറച്ച് വിലയാവുന്നു മാത്രം.